नमस्कार, स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए सूक्ष्मदर्शिनी मूवी के सीन 3 का रिएक्शन। लास्ट सीन में हमने देखा किस तरीके से वो जो है ना उनकी मतलब पूरी की पूरी कॉन्स्पिरेसी थियरी बन चुकी है, और वो यहाँ पे काइंड ऑफ इनका ध्यान बटा के आग में कुछ ना कुछ और करना चाह रहे हैं, ऐसा लग रहा है। एंड मतलब समझ में ही नहीं आया कि इन्होंने, और मुझे तो लगा था कि बहुत ही कुछ ऐसे कुछ प्लान कर रहा है, पर ऐसा एक्सपेक्टेशंस नहीं था कि बिल्कुल पूरा आग ही लग जाएगी। तो देखते हैं क्या होगा। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। मिसिंग അപ്പുറത്തെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചി ഉറക്കായതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ സംഭവിച്ചത്. അമ്മ ഇതിനു മുമ്പ് മിസ്സിംഗ് ആയിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ആദ്യമായിട്ട്. അടുത്തുള്ള റിലേറ്റീവ്സിന്റെ വീട്ടിലൊന്നും നിങ്ങൾ അന്വേഷിച്ചില്ലേ? അവിടെ ഒന്നും പോയിട്ടില്ല. എന്തായാലും ഇൻഫർമേഷൻ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. इसने अपनी मदर की किडनैपिंग करवाई है। സാറേ കണ്ടിട്ട് അവരെവിടെ ഒരുങ്ങിറങ്ങിയപ്പോൾ ലക്ഷണമുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് അയൺ ബോക്സ് ഓഫ് ചെയ്യാൻ മറന്നുപോയതായിരിക്കും. ഹലോ മാനുവല്, വന്നേ. तभी वो साड़ी जलती हुई उसने छोड़ दी। दिखाने के लिए താൻ എന്തിനാ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്യാണ്ട് ഫംഗ്ഷന് പോയത്? സാർ എന്നും കഴിക്കുന്ന മരുന്നിൻ്റെ സെഡേഷൻ കാരണം അമ്മച്ചി നല്ല ഉറക്കത്തിലായിരിക്കും. ആ ഒരു വിശ്വാസത്തിൽ ഇറങ്ങിയതാണ്. തൊട്ടപ്പുറത്തെ വീടല്ലേ, പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. ആരാ ഡോക്ടർ? എൻ്റെ ഒരു കസിനാണ്, ഡോക്ടർ ജോൺ പാലക്കിൽ. അദ്ദേഹം മറീന മെഡിസിറ്റിലെ ന്യൂറോ സർജനാണ്. ഇവിടെ അടുത്ത വീട്ടിലൊന്നും ക്യാമറ ഇല്ലേ? ഇവിടെ എങ്ങുമില്ല സാറേ. ഈ റോഡിൽ നിന്ന് കയറുന്ന ജംഗ്ഷനിൽ ആ വളവിലെ മൊബൈൽ ഷോപ്പിലുണ്ട്. അതിപ്പോൾ അടച്ചു കാണൂല്ലേ? ഇത്രയും ലേറ്റ് ആയിട്ട് അടച്ചു കാണും. അത് നമുക്ക് തുറപ്പിക്കാം. സുഹിത്തെ ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ സാർ. अरे इन्होंने तो किडनैप किया, ये ढूंढ क्यों रहे हैं? Oh, has been found. रेलवे स्टेशन। क्या हो गया भाई ये सब? അതെ, ഗ്രേസി ചേച്ചിക്ക് അൽഷിമേഴ്സ് എന്താ പറയണേ? Alzheimer's इसमें क्या होता है? भूल जाते हैं, ചെറിയൊരു ഓർമ്മക്കുറവുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. भूलने की बीमारी। ഇത്ര സീരിയസ് ആണെന്ന് അറിഞ്ഞില്ല. मेमोरी प्रॉब्लम्स। कुछ प्रॉब्लम है मेरे को लग रहा है, और बिकॉज इनको बहुत अच्छे से पता है। हर मूवी में केरला वाले कैसे वो डाल रहे हैं। मुझे लग रहा है यहाँ पे कुछ प्रॉब्लम ये बढ़ रही है, इसलिए हाँ। मूवीज बन सर, रही है manual रियलिटी लिख पे बेस्ड। വാ, അകത്തിരി പോ. വാ. ये भी फेक कर रहे उनका हैं, तो कोई रिएक्शन ही नहीं है उनकी माँ का। ये भी फेक कर रहे हैं। तो इनका एक्चुअल प्लान क्या था? वो तो लग रहा है हो चुका होगा अब तक, जो भी होगा। അമ്മച്ചി സൂക്ഷിച്ചു. മാനുവലേ, ഇനി മുതൽ അമ്മച്ചി ഒറ്റയ്ക്കാക്കി പോണത് വലിയ റിസ്ക്കാ. നമുക്കൊരു ഹോം നേഴ്സിനെ വയ്ക്കാം. എനിക്കറിയാവുന്നൊരു കെയർ ഹോം ഉണ്ട്.
അവിടെ തന്നെ അന്വേഷിക്കുക. ഇല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയുണ്ട്, ലിസ്റ്റ് ചേച്ചി. പ്രിയ ഡെലിവറി കഴിഞ്ഞപ്പോൾ പ്രിയനെ കൊച്ചിനെ നോക്കിയ ചേച്ചിയാണ്. നല്ലതാണ്. നമ്പർ എൻ്റെ പഴയ ഫോണിൽ കാണും, ഞാൻ എടുത്തുതരാം. പ്രിയ പോ. പോക്കോട്ടെ. ആ. क्या प्लान था? നമ്മൾ രാവിലെ റിസ്ക് എടുക്കേണ്ടി വരും. अच्छा ये प्लान नहीं था. തോമസ് ഏട്ടൻ പള്ളി പോകുന്ന ദിവസമല്ലേ? ഡയനെ അറിയിക്കണ്ടേ? डायना പണ്ട് മാനുവലിൻ്റെ അമ്മച്ചി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് മിക്ക വെള്ളിയാഴ്ചയും പാസഞ്ചർ ട്രെയിനിൽ നാട്ടിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ ആ ഓർമ്മയിൽ പോയതാന്നാണ് പറയുന്നത്. ओह അൽസൈമേഴ്സ് ഉള്ള ആൾക്ക് ഇതൊക്കെ ഓർമ്മ ഉണ്ടാവോ? बात तो सही है. ഇതൊക്കെ ഉള്ളതാണോ? അങ്ങനെ പോയതെന്നാണ് കൃഷ്ണേട്ടൻ പറയുന്നത്. ആനുവല്ല ആലോചിച്ചിട്ടാ പാവം. ആ സ്റ്റേഷനിൽ വെച്ച് അമ്മച്ചി മാനുവൽ കെട്ടിപ്പിടിക്കുന്ന കണ്ടപ്പോഴേ എനിക്കാകെ വല്ലാണ്ടായി. എനിക്ക് അമ്മച്ചിക്ക് അങ്ങനെ ഓർമ്മക്കുറവുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഓ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ എങ്ങനെയാ പോയെന്നൊരു ഐഡിയ കിട്ടാത്ത. എന്തായാലും ആളെ തിരിച്ചു കിട്ടിയല്ലോ. शी इज आस्किंग द राइट क्वेश्चंस. इसमें क्या ऐसा? നല്ല ബോറടിയായിരിക്കല്ലേ? അമ്മച്ചി എണീറ്റുന്നത് തോന്നുന്നു. हाँ भाई दिमाग घूम रहा है अब. कुछ तो बताना चाह रहे हैं. माइक्रोस्कोप. आपको माइक्रोस्कोप में चीजें देखनी पड़ेंगी. routine alone. Alzheimer's, ഇല്ല, ഇനി ഇവിടെ ആരെങ്കിലും ആവാതെ ഞാൻ എങ്ങോട്ടുമില്ല. ഞാനൊന്ന് പേടിച്ചായിരുന്നേ. അതിൻ്റെ ഇടയിൽ അർജൻറ്റായിട്ടൊരു മീറ്റിംഗ്. അതിന് എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ്. അത്യാവശ്യമാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കാം. ये चाहते थे. അതൊന്നും വേണ്ടടോ. അതിനൊന്നും കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. ഇവിടെ क्या करना चाह रहे हैं? ഇത് വല്ല ജ്യൂസിലോ വെള്ളത്തിലോ കലക്കി കൊടുക്കണം. ആളൊരു 20 മിനിറ്റ് വാങ്ങിക്കോളും. 20 minutes. പിന്നെ ദിസ് ഇസ് പോയിസൺ. ബി വെരി കെയർഫുൾ വിത്ത് ദ ഷിറ്റ്. ആൾ ഉറക്കത്തിൽ क्या कर തന്നെ रहे हैं? കഥം. मारना चाह रहे हैं यमाची को. ചൊവ്വാഴ്ച രാവിലെ തന്നെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം. അമ്മച്ചിക്ക് കൂട്ടിന് ആൾ നിർത്താൻ നല്ല പ്രഷറുണ്ട്. ഇനി ഞാനത് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ എന്നെ ഡൗട്ട് അടിക്കും. ചൊവ്വാഴ്ച രാവിലെ ഞാനും കൃഷ്ണേട്ടനും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അമ്മച്ചിയുടെ കൂടെ സ്റ്റെഫി മാത്രമേ കാണൂ. Steffi അവളെ ഞാൻ ഡീൽ ചെയ്തോളാം. ബാക്കി കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച പോലെ അങ്കിൾ നോക്കണം. അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള हाँ करना चाहते हैं. തിരിച്ചറിയാതിരിക്കുക. അതുപോലെ തന്നെ ദേഷ്യം, ഡിപ്രഷൻ ഇതുപോലുള്ള രോഗലക്ഷണങ്ങൾ അൽഷിമേഴ്സ് രോഗികൾ കാണിക്കുന്ന പതിവാണ്. ഈ രോഗം തലച്ചോറിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന बारिश.
कहते हैं ना ऊपर वाला सब देखता है, ये वैसा ही हो रहा है. वैसे ही है, हाँ. എന്നാലും മാനുവൽ പോലീസിനോട് അമ്മച്ചിക്ക് അൽസൈമേഴ്സ് ആണെന്ന് എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരത്തി നമ്മളെയും കാട്ടി ഷാർപ്പാടി ഓരോ കാര്യം. How? ഇത്രയും ഷാർപ്പായ ഒരാള് അയൺ ബോക്സ് ഒക്കെ ഓണാക്കി വെച്ചിട്ട് പോവോ? എനിക്ക് തോന്നണില്ല. പ്രീതിക്ക് ചുമ്മാ തോന്നിയതാവും. ഇരുട്ടത്ത് ബെഡ് സ്വിച്ച് ഇടാൻ അറിയാം, ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ മോട്ടോർ ഓഫ് ആക്കാൻ അറിയാം, പുറത്തുനിന്ന് വരുമ്പം ചെരുപ്പ് പോലും ഊരിയിടാൻ മറക്കാറില്ല. നീ ഒരു 2 ദിവസം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തേ, അമ്മച്ചിക്ക് നിന്നെയും കാട്ടി ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു. बात तो सही है. ആണോ? Makes sense. ആ, ഇന്നലെ മഴ ചാറിയപ്പോൾ ഞാൻ ടെറസിൽ എത്തുന്നതിന് മുമ്പേ മാനുവലിന്റെ ടെറസ് കാലിയാണ്. മാനുവൽ അവിടെ ഇല്ല. അപ്പൊ ആരാ അവിടെ വിരിച്ചിരുന്ന തുണിയൊക്കെ എടുത്ത് क्या नोटिस किया है? സ്റ്റെഫി ചേച്ചി ആയിരിക്കും. മാനുവൽ ഇന്നലെ അമ്മച്ചിനെ സ്റ്റെഫി ചേച്ചിനെ ഏൽപ്പിച്ചിട്ടാ പോയെ. സ്റ്റെഫി ആ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. पर स्टेफी अपने आप थोड़ा ना दूसरे घर के कपड़े अंदर करेगी. ദേ, നിനക്കിപ്പോഴും ഞാൻ പറഞ്ഞ വിശ്വാസമായിട്ടില്ലല്ലോ. ഉച്ച ആവാറായി, മാനുവലിന്റെ വീട്ടിൽ കഞ്ഞി വേവിക്കാൻ വെച്ചിരിക്കുക. ഇത് ഞാൻ സ്ഥിരം കേൾക്കുന്നതാ. ഇപ്പം കുക്കറിന്റെ ഒരു വിസിലല്ലേ അടിച്ചിട്ടുള്ളൂ. ആ. നോക്കിക്കോ, അത് 4 വിസിലിന്റെ മുകളിൽ പോവില്ല. ദേ, മാനുവൽ ആണെങ്കിൽ പുറത്ത്. ओ स्पाइंग का भी एक लेवल है इनका. दूसरी सीटी. तीसरी सीटी. चौथी सीटी. 4. अरे ये भी अंदर जा रहा है. 5ാമത്തെ വിസിൽ അടിച്ചില്ലല്ലോ, കണ്ട. അതിന് അയാൾ അകത്തോട്ടേര് പോയില്ലേ? എടി, മാനുവൽ കിച്ചൺ എത്താനുള്ള സമയമായിട്ടില്ല. ഇത് ഉറപ്പായിട്ട് അമ്മച്ചി തന്നെ ഓഫ് ചെയ്തയാ. ഇത് ഞാൻ പറഞ്ഞ അമ്മച്ചിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. പിന്നെ അന്ന് എന്താ സംഭവിച്ചേ? നമുക്ക് അമ്മച്ചിയുടെ അടുത്ത് തന്നെ നേരിട്ട് ചോദിച്ചാലോ? ओ അയാളുള്ളപ്പോൾ അതൊന്നും നടക്കൂല. अरे रे आई, ये ऐसे दवाई देते हैं? बोला तो था उसे जूस में मिक्स कर देना. राइट. और ये तो सुलाने वाली है, मारने वाली दूसरी है. क्या मस्त जूस लग रहा है ना यार. आम की याद आ गई सर्दियों में. ഞാൻ മാംഗോ ജ്യൂസ് എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഒരു 11 മണിയാകുമ്പോൾ അമ്മച്ചിക്ക് കൊടുക്കണം, മറക്കരുത്. यार इसके नाम चढ़ जाएगा सब कुछ. എനിക്കും ജ്യൂസ് കരുതിയിട്ടുണ്ട്. പിന്നെ വേറെ ആരും വീട്ടിൽ കയറാതെ നോക്കണം. അമ്മച്ചി വെറുതെ കൺഫ്യൂസ്ഡ് ആവും. എനിക്കിവിടെ വിശ്വസിച്ചേപ്പിച്ചിട്ട് പോകാൻ സ്റ്റെഫി മാത്രമേ ഉള്ളൂ. बटर भी कर दिया. താൻ എനിക്ക് ഓക്കെ. ये आंटी कुकिंग शो ही देखती है. जूस भाई कितना स्कैरी जूस लग रहा है, इतना स्कैरी आज तक नहीं देखा मैंने. सही में. फिर बहुत मन कर रहा है पीने का. बेहोशी वाला है वो. അമ്മച്ചി ജ്യൂസ് കുടിക്കണ്ടേ? वो खुद भी पिएंगी. മന്ത്ലി 15,000 രൂപ വരും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ലീവ്. അമ്മച്ചി ജ്യൂസ് കുടിക്കാം. അമ്മച്ചി മാനുവൽ എന്നോട് പ്രത്യേകം പറഞ്ഞേപ്പിച്ചിട്ട് പോയതാ, ഇത് കുടിക്കുക. എനിക്ക് വേണ്ട. വേണ്ടേ? അത് ശരിയാവൂല. അമ്മച്ചി ഇത് കുടിക്കുക. It's like she knows it. हाँ वो नहीं चाहती है. हाँ पर वो मना नहीं कर पा रही, लाइक वो ट्रैप्ड है. അത്യാവശ്യത്തിന് ചെറിയ വീട്ടുപണികളൊക്കെ ചെയ്യും. അധികം ബുദ്ധിമുട്ടായിരിക്കും. നമ്മള് ഒരു സെക്കൻഡ്. പാചകത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ശ്രദ്ധിക്കാറുണ്ട്.
अम्मा जी गिरा दो, जूस गिरा दो. मैं सोच ही रही थी गिरा देना चाहिए. അമ്മച്ചിയുടെ അടുത്ത് ഒന്ന് മാറി നിൽക്കാവോ? പറയും. അതെ, ജ്യൂസ് സ്റ്റെഫി കുടിച്ച് കാണിച്ചിട്ട് അമ്മച്ചിക്ക് കൊടുത്താൽ മതി. അമ്മച്ചി കുടിച്ചോളൂ. बच्चे की तरह. ഓക്കെ. बच्चे की तरह भी और एक वो होने के स्ट्रेटजी लिए कि हाँ, कि कुछ गलत नहीं है. मैंने पिए हैं, अब हाँ. तुम पियो. അമ്മച്ചി ഇത് ഞാൻ കുടിച്ചാ അമ്മച്ചി കുടിക്കോ? എന്നാ ഞാൻ കുടിക്കാം. फोन चालू है. पीने तो अम्मा जी, उसको मत पियो. भाई पूरा पी गई. पूरा 2 फुट दिखाएंगी. ദാ ഞാൻ കുടിച്ചേ. अरे ऐसा लग रहा है मौत का पानी तैयार हो रहा है. ഇനി അമ്മച്ചി കുടിക്കാം. अम्मा जी आ। करेंगे, इसका कुछ रिएक्शन, इसमें कुछ हो रहा है. उस चीज का वेट कर रही है वो. Oh no. तो दोनों ही सो जाएंगी. മുഴുവൻ കുടിച്ചേ. രാവിലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ. പ്ലീസ്. അമ്മച്ചി ജ്യൂസ് കുടിച്ചു. ഓക്കെ, താങ്ക് യു സ്റ്റെഫി. अच्छा, अब ये 20 मिनट तक वेट करेंगे उनके बेहोश होने का. ओ ये अंदर घुस रही है, ये इनका प्लान कैंसिल करेंगे. ഹലോ, അപ്പുറത്തെ വീട്ടിലെ പ്രിയ നമ്മുടെ വീട്ടിലേക്ക് ഇതേ കയറി പോയി. അവിടെ എന്തിനും ഫോട്ടോ കിട്ടിയത് ആർക്കറിയാം? ഒരു 15-30 മിനിറ്റുള്ളിൽ ഉറങ്ങും. അതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവളോട് മാറ്റേണ്ടി വരും. ആ, അങ്കിൾ ആ സ്പോട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ओ अब सिर्फ प्रिया है जो बचा सकती है, बिकॉज यहाँ पे एक बहुत ज़्यादा खतरे वाली बात हो चुकी है. वहाँ पे दोनों ने जूस पी लिया, दोनों बेहोश होने वाली हैं. 10 मिनट कुछ बचे हैं. एंड यार वो अम्मा जी को पता है, अम्मा जी को कुछ बहुत बड़े सीक्रेट्स पता है. एंड मैं भी अब प्रिया की साइड पे ही हूँ कि उनको कहीं से भी अल्जाइमर नहीं लगता है. लाइक वो बहुत होश में चीज़ें कर रही हैं. एंड पर ऐसा है कि वो एक ट्रैप में फंसी हुई हैं, और बहुत सारे लोग होते हैं जो एक ट्रैप में फंसे होते हैं एंड उससे वो बाहर निकल नहीं पाते हैं. बोगनविलिया और किष्किंधा कांदम जो हमने देखी थी, इसमें एक पैटर्न था कि भाई ये रिपीटेशन है. लाइक उनको पता है कि ये ऐसा उनके साथ होता ही है और उनको करना ही पड़ता है, पर वो उसमें से बाहर नहीं आ पाते हैं. जैसे उन्होंने जूस का किया, पर ये जो है जोसेफ जो है कितने स्मार्ट है. उन्होंने बोला पहले तू उनको ना जूस पी के दिखा, उसके बाद उनको पिला. लाइक हाउ क्लेवर ही इज एक्चुअली. और अब पता नहीं आगे क्या होगा, तो आप लोगों को कैसा लगा हमें कमेंट सेक्शन में जरूर बताएगा. तो इसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए. और सब्सक्राइब करिए. बाय.